എല്ലാവർക്കും നമസ്കാരം. ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. മൻസൂരിയ കുംഫു മാർഷ്യൽ ആർട്സ് അക്കാഡമി ദ ടീം MKMA ഒരു ഇന്റർ ബ്രാഞ്ച് കുംഫു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. അടുത്ത മാസം 16-ാം തീയതി കോവളം ഇൻഡോർ സ്പോർട്സ് ഹബിൽ വെച്ചിട്ടായിരിക്കും ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യുക. ഫോംസും ഫൈറ്റും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം. എല്ലാ കുട്ടികളെയും മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കണം. പാരന്റ്സ് ശ്രദ്ധിക്കുക. ഈ ചാമ്പ്യൻഷിപ്പിനെ പറ്റി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ എയിം എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്യണമെന്നൊരു കമ്മിറ്റി ഇട്ട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആക്ച്വൽ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാ കുട്ടികൾക്കും ഈ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ്, ചാമ്പ്യൻഷിപ്പിന്റെ, ഫൈറ്റിന്റെ അല്ലെങ്കിൽ ഫോംസിന്റെ പെർഫോമൻസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒത്തിരി കുട്ടികളുണ്ട് പല ബ്രാഞ്ചുകളിലായിട്ട്. എല്ലാവർക്കും ഈ പുറത്ത് നടക്കുന്ന ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് മീറ്റുകളിലൊന്നും പോയി അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്റർ ബ്രാഞ്ചായിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്താൽ അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് ഇറങ്ങുന്ന കുട്ടികളുണ്ട്. അത് മാത്രമല്ല, കുറച്ചധികം കാലമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവസരം കിട്ടാതെ ദൂരോട്ട് പോയി പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അവർക്കെല്ലാം കൂടെ കരുതിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് തന്നെ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, നമ്മുടെ കുട്ടി ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ട് ബോട്ടിലിറങ്ങി ഐ എം റെഡി ടു ഫൈറ്റ് എന്ന രീതിയിൽ ഒപ്പോണിന്റെ ഫേസ് ഉള്ളിലൊരു പേടി ഉണ്ടാവും. ആ പേടിയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ആ ബോട്ടിൽ കയറി നമ്മുടെ കുഞ്ഞ് നിൽക്കുമ്പോൾ അവര് പല മൈൻഡ് സെറ്റിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഉള്ളിലൊരു പേടി ഉണ്ടാവും. ആ പേടിയൊക്കെ മാറ്റി വെച്ച് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ബോട്ടിൽ കയറി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ്. നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഒരു മെയിൻ എയിം എന്ന് വെച്ചാൽ തന്നെ. അതുപോലെ തന്നെ ഫോംസ് ചെയ്യുമ്പോൾ തന്നെ എത്ര പ്രാക്ടീസ് ചെയ്താലും ഒരു ക്രൗഡ് കാണുമ്പോൾ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾ സ്ട്രഗിൾ ചെയ്യും. പിന്നെ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് ഞാൻ എന്റെ കുഞ്ഞ് ഫൈറ്റ് ചെയ്യുക? അതായത് വയലന്റ് ആകുമോ, അല്ലെങ്കിൽ പേടിച്ച് നെർവസ് ആയിട്ട് ബാക്ക് ആവുമോ? അവൻ പെർഫോം അവൻ പാഡ് ചെയ്യുമ്പോഴും ക്ലാസ്സിനകത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഡിഫറെന്റ് ടാലന്റ് ആയിരിക്കും. പക്ഷെ ബോട്ടിൽ കയറുമ്പോൾ സ്ട്രഗിൾ ചെയ്യും. അതിന്റെ റീസൺ എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്, പിന്നെ അവർക്ക് നല്ല ടാലന്റ് എങ്കിൽ അതിനെ നമുക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഒരു അവസരമാണ്. തോൽവി വിജയമൊക്കെ സെക്കൻഡറി, അതൊക്കെ രണ്ടാമത്തെ കാര്യം. എന്നെ സംബന്ധിച്ചോളം എന്റെ ഒരു കുഞ്ഞ് ബോട്ടിൽ കയറി ധൈര്യത്തോടെ ഫൈറ്റ് ചെയ്യാൻ റെഡി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അവൻ വിന്നായി കഴിഞ്ഞു എന്നെ സംബന്ധിച്ചോളം. പിന്നെ മത്സരങ്ങളിൽ ഒരാൾക്കല്ലേ വിജയിക്കാൻ പറ്റും, അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു എയിമോടുകൂടെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. നമുക്കിതാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഒറ്റയാളായിട്ട് കൂടിയാൽ ഇത് കൂടത്തില്ല. അപ്പൊ എന്റെ കൂടെ ഒരു നല്ലൊരു സീനിയർ ടീം ഉണ്ട് ഇതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതാണ് എന്റെ ഒരു ഗഡ്സും. ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റുമെന്നും. അതുമാത്രം പോരാ, എനിക്ക് എല്ലാ പാരന്റ്സിന്റെയും സപ്പോർട്ട് വേണം. നമുക്കിതൊരു സക്സസ്ഫുൾ ഇവന്റ് ആക്കി മാറ്റണം. അപ്പോൾ നിങ്ങളുടെ സഹകരണം എല്ലാം ഉണ്ടാവണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ബ്രാഞ്ചിലെ കോച്ചുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി വിളിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു അവസരം കിട്ടുന്നതാണ്. മാക്സിമം ഈ ഡേറ്റ് ഓർത്ത് വെക്കുക, വേറെ പ്ലാൻ വെക്കരുത്. കുട്ടികൾക്ക് ഇനിയുള്ള ക്ലാസ് മുടക്കരുത്. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ അവസരം കൊടുക്കുക. സമയമുള്ളപ്പോൾ പാരന്റ്സും വീട്ടിൽ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ കുഞ്ഞ് പേടൊക്കെ മേടിച്ചിട്ടോ അല്ലെങ്കിൽ കൈയൊക്കെ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പേടൊക്കെ ചെയ്ത് കുട്ടികളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നല്ലൊരു അവസരമാണ്, പാഴാക്കരുത്. കണ്ടക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.